ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫിൻടെക് കമ്പനികളിലൊന്നായ പേപാൽ സ്ഥാപിച്ചിട്ടുള്ളത് എലോൺ മസ്കും പീറ്റർ തെയിലും ചേർന്നിട്ടാണ്. എങ്ങനെയാണ് പേപാൽ തുടങ്ങിയതെന്നും ആ കമ്പനി എങ്ങനെയാണ് ഒരു $1 ബില്യൺ കമ്പനിയായി മാറിയതും എന്നും പീറ്റർ തെയിൽ തൻ്റെ 0 to 1 എന്ന പുസ്തകത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രനർ ആവാൻ സാധിക്കുന്ന ഒരു വഴികാട്ടിയാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകളെ പറ്റി നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത് ഗോ ഫ്രം 0 to 1. ബിസിനസ് പ്രോഗ്രസ്സിനെ 2 രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തേത് വെർട്ടിക്കൽ പ്രോഗ്രസ്, രണ്ടാമത്തേത് ഹൊറിസോണ്ടൽ പ്രോഗ്രസ്. ഇതിനു മുൻപ് ആരും തന്നെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ബിസിനസ്സാണ് വെർട്ടിക്കൽ പ്രോഗ്രസ് വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം 0 to 1. അതേസമയം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറച്ച് മോഡിഫൈ ചെയ്യുന്ന രീതിയാണ് ഹൊറിസോണ്ടൽ പ്രോഗ്രസ്. അതിനെ 0 to n എന്ന് കൺസിഡർ ചെയ്യാം. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പണ്ട് കാലത്ത് കുതിരവണ്ടികളും കാളവണ്ടികളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഹെൻറി ഫോർഡാണ് ആദ്യമായിട്ട് ഒരു കാർ കണ്ടുപിടിക്കുന്നത്. അതൊരു വെർട്ടിക്കൽ പ്രോഗ്രസ് ആണ്. അത്രയും നാൾ ആളുകൾക്ക് കാർ എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ഹെൻറി ഫോർഡ് കാർ കണ്ടുപിടിച്ചതോടെ ആളുകൾ കുതിരവണ്ടിയിൽ നിന്നും കാറുകളിലേക്ക് അപ്ഗ്രേഡ് ആവുന്നു. ഈ വെർട്ടിക്കൽ പ്രോഗ്രസ്സിന് പകരം അദ്ദേഹം ഒരു ഹൊറിസോണ്ടൽ പ്രോഗ്രസ് ആണ് ചെയ്തിരുന്നത് എങ്കിൽ, ഉദാഹരണത്തിന് മറ്റൊരു കുതിരവണ്ടി അല്ലെങ്കിൽ കാളവണ്ടിയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് എങ്കിൽ അതിന് യാതൊരുവിധ ഗ്രോത്തും ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ വെർട്ടിക്കൽ പ്രോഗ്രസ് ആയതുകൊണ്ട് തന്നെ അത് 0 to 1 ആയതുകൊണ്ട് കൂടുതൽ ഗ്രോത്ത് അതിനുണ്ടാവുകയും അതൊരു സക്സസ്ഫുൾ ഓൺട്രപ്രണർഷിപ്പായി മാറുകയും ചെയ്തു. അതുകൊണ്ട് ബിൽ ഗേറ്റ്സിനെ പോലെ സക്സസ്ഫുൾ ആവണമെന്ന് കരുതി മറ്റൊരു മൈക്രോസോഫ്റ്റോ അല്ലെങ്കിൽ ലാരി പേജിനെ പോലെ സക്സസ്ഫുൾ ആവണമെന്ന് കരുതി മറ്റൊരു ഗൂഗിളോ കണ്ടെത്തിയിട്ട് കാര്യമില്ല. കാരണം ഇത് രണ്ടും ഓൾറെഡി എക്സിസ്റ്റിങ്ങുമാണ്. അത് അവരുടെ വ്യത്യസ്തമായ മേഖലകളിൽ തന്നെ മാർക്കറ്റ് ലീഡേഴ്സുമാണ്. അതുകൊണ്ട് ഹൊറിസോണ്ടൽ പ്രോഗ്രസ് ഉള്ള ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. വെർട്ടിക്കൽ പ്രോഗ്രസ് ഉള്ള ബിസിനസ് ചെയ്താൽ മാത്രമേ 0 to 1 ഗ്രോത്ത് ലഭിക്കുകയും അത് സക്സസ്ഫുൾ ആവുകയും ചെയ്യുകയെന്ന് ഓഥർ പറയുന്നു. 0 to 1 ഗ്രോത്ത് ലഭിക്കണമെങ്കിൽ അതൊരിക്കലും കൺവെൻഷണൽ തിങ്കിങ് കൊണ്ട് സാധിക്കുകയില്ല. ആളുകൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെർട്ടിക്കൽ പ്രോഗ്രസ് നേടാൻ സാധിക്കില്ല. എന്നാൽ ആളുകൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത, എന്നാൽ അവർ ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ അടുത്ത സക്സസ്ഫുൾ ബിസിനസ് പ്ലാൻ. രണ്ടാമത്തെ പോയിന്റ്, ക്രിയേറ്റ് എ മോണോപോളി ആൻഡ് അവോയ്ഡ് കോമ്പറ്റീഷൻ. എഡ്യൂക്കേഷന് വേണ്ടിയാണെങ്കിലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പോപ്പുലറായിട്ടുള്ള വീഡിയോ സ്ട്രീമിംഗ് ആപ്പാണ് യൂട്യൂബ് പോലെ തന്നെയുള്ള മറ്റ് ചില വീഡിയോ സ്ട്രീമിംഗ് ആപ്സാണ് വിമായോ, ഡെയിലി മോഷനൊക്കെ. എന്നാൽ ഇവയൊന്നും തന്നെ ഒട്ടും തന്നെ പ്രചാരത്തിലില്ല. ഈ വീഡിയോ കാണുന്ന പലർക്കും ഇങ്ങനെ ആപ്പുകൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം യൂട്യൂബിൻ്റെ മോണോപോളിയാണ്. മറ്റൊരു വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിനും യൂട്യൂബിൻ്റെ അടുത്ത് കിടപിടിക്കാനോ യൂട്യൂബിനെ തോൽപ്പിക്കാനോ സാധിക്കുകയില്ല. യൂട്യൂബ് തന്നെയാണ് എപ്പോഴും മികച്ചതായി നിൽക്കുന്ന ഒരു വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. യൂട്യൂബിന് ശക്തമായൊരു എതിരാളി ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി അങ്ങനെ ഒരു ആപ്പ് വന്നാലും അത് യൂട്യൂബിനേക്കാളും മികച്ചതായിരിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇത് തന്നെയാണ് ഗൂഗിളിൻ്റെ കേസിലും. ഗൂഗിളാണ് ഏറ്റവും പ്രചാരത്തിലുള്ള സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ആളുകൾക്ക് എന്തൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ ഗൂഗിൾ ചെയ്ത് നോക്കൂ എന്നാണ് പറയുക. ഗൂഗിൾ പോലുള്ള മറ്റ് സെർച്ച് എഞ്ചിൻസാണ് യാഹു, ബിങ് ഒക്കെ. എന്നാൽ പലരും ഇത് ഉപയോഗിക്കുന്നത് പോയിട്ട് ഇതിനെപ്പറ്റി ഓർക്കുന്നു പോലുമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മോണോപോളി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കണം. അല്ലായെങ്കിൽ പുതുതായി എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. അത് കാരണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മോണോപോളിയെ തകർക്കാൻ നമ്മുടെ ബിസിനസ്സിന് സാധിക്കുകയാണെങ്കിൽ മാത്രമേ ബിസിനസ് സക്സസ്ഫുൾ ആവുകയുള്ളൂ എന്ന് പീറ്റർ തെയിൽ പറയുന്നു. ഇതിന് നമ്മളെ സഹായിക്കുന്ന 4 പോയിൻറ്റ്സ് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യത്തേത് പേറ്റന്റ് ആൻഡ് കോപ്പിറൈറ്റ്. നമ്മുടെ ഐഡിയ കോപ്പിറൈറ്റഡ് ആണെങ്കിൽ അത് നമ്മുടെ ബിസിനസ് മറ്റൊരാൾക്കും കോപ്പി ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. ഇനി അഥവാ അവർക്ക് നമ്മുടെ രീതിയിലുള്ള ബിസിനസ് തുടങ്ങണമെങ്കിൽ അവർ നമുക്ക് ഇങ്ങോട്ട് പണം തരേണ്ടിയിരിക്കുന്നു. അതിനെയാണ് കോപ്പിറൈറ്റ് പേറ്റന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നെറ്റ്വർക്ക് ഇഫക്റ്റാണ്. വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിൻ്റെ പ്രവർത്തന തത്വത്തിൽ പ്രധാനമായി വരുന്നൊരു കാര്യമാണ് നെറ്റ്വർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം സോഷ്യൽ നെറ്റ്വർക്ക് ആപ്പുകൾ ഒരിക്കലും ഇൻഡിവിജ്വൽ സെൻട്രിക് അല്ല, മറിച്ച് അതൊരു നെറ്റ്വർക്ക് സെൻട്രിക് ആണ്. കൂടുതൽ ആളുകൾ ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ആളുകൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ആ ഒരു നെറ്റ്വർക്ക് കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി മാറുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ വാട്സാപ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞിട്ടായിരിക്കും. അതുപോലെ നമ്മൾ നമ്മുടെ മറ്റു സുഹൃത്തുക്കളോടും വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത് അവരുമായിട്ട് കൂടുതൽ ചാറ്റ് ചെയ്യാനും ഇടപഴകാനും വേണ്ടിയിട്ടായിരിക്കും.
ഇതാണ് നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ആളുകൾ ഈ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്നും ബെനിഫിറ്റ് ചെയ്യുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ ബിസിനസ്സുകളാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇക്കോണമി ആൻഡ് സ്കെയിലബിലിറ്റി. ബിസിനസ്സിൻ്റെ തുടക്കം എപ്പോഴും വളരെ ചെറിയ രീതിയിലായിരിക്കും, എന്നാൽ അത് പിന്നീട് ഗ്രോ ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത് എന്നാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓത്തറും പേയ്പാൽ തുടങ്ങിയ സമയത്ത് അത് eBay എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് സൈറ്റിന് വേണ്ടി മാത്രമായി ഉണ്ടാക്കിയതായിരുന്നു. എന്നാൽ പിന്നീട് അത് വളരെയധികം സ്കെയിലബിൾ ആവുകയും ഇന്ന് ലോകത്തിലെ തന്നെ മികച്ച ഫിൻടെക് കോർപ്പറേഷനായിട്ട് പേയ്പാൽ മാറുകയും ചെയ്യുന്നു. നാലാമത്തെ പോയിൻ്റാണ് ബ്രാൻഡിങ്. ഇന്ന് മാർക്കറ്റിൽ ഒരുപാടധികം സെൽഫോൺ ബ്രാൻഡ്സ് ഉണ്ടെങ്കിലും ഇന്നും ആപ്പിൾ ഐഫോൺ എന്തുകൊണ്ടാണ് മറ്റ് ബ്രാൻഡുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്? അതാണ് ബ്രാൻഡിങ്ങിൻ്റെ ശക്തി. മാർക്കറ്റിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവും ലക്ഷൂറിയസുമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ഇത്രയും അധികം എക്സ്പെൻസ് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും അവർ ആപ്പിൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്രാൻഡിങ് കൊണ്ട് മാത്രമാണ്. മറ്റുള്ള യൂസേഴ്സിൽ നിന്നും തങ്ങൾ വ്യത്യസ്തരാണ് എന്ന് ആപ്പിൾ യൂസേഴ്സിന് സ്വയം ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ട്. ഈ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് അവർ ഇത്രയും അധികം എക്സ്പെൻസീവായിട്ടും ലക്ഷൂറിയസുമായിട്ടുള്ള മൊബൈൽ ഫോൺസ് പർച്ചേസ് ചെയ്യുന്നത്. ഇതിനർത്ഥം ഐഫോൺ ഒരു മോശം ഫോണാണ് എന്നല്ല. എന്നാൽ ഇന്നും ആളുകൾ ഐഫോൺ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ബ്രാൻഡിങ്ങും അത് കൊടുക്കുന്ന ഒരു ലക്ഷറിയും കൊണ്ടാണ്. അതുകൊണ്ട് സ്വന്തം ബിസിനസ്സിനെ വേറെ ലെവലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ബ്രാൻഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓത്തർ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടു നോ അബൌട്ട് ദ ഫൗണ്ടേഷൻ ഓഫ് എ കമ്പനി. പലപ്പോഴും ബിസിനസ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പായിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ പാർട്ട്നേഴ്സായിട്ടാണ് ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന പാർട്ട്ണറെ വളരെ ചിന്തിച്ച് വേണം ചൂസ് ചെയ്യാൻ. അതുമാത്രമല്ല, കൃത്യമായി തന്നെ ഓരോ പാർട്ട്ണർക്കും ബിസിനസ്സിൽ എന്ത് റോളാണ് ഉള്ളത് എന്ന് ആദ്യം തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. അവരവരുടെ സ്കില്ലിനും ടാലൻറ്റിനും അനുസരിച്ച് അവരുടെ റോൾ കൃത്യമായി തന്നെ ചൂസ് ചെയ്തില്ല എങ്കിൽ അത് ഭാവിയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പാർട്ട് ടൈമിൽ മാത്രം വർക്ക് ചെയ്യുന്നവരെ ആശ്രയിച്ച് ഒരിക്കലും ഒരു ബിസിനസ് റൺ ചെയ്യരുത്. കാരണം അവർ ഒരുപാട് നാൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ ജോലി വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മുടെ ബിസിനസ് ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ആവാനും സാധ്യതയുണ്ട്. അതുപോലെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ പ്രോഫിറ്റ് മുഴുവനായിട്ടും എടുത്ത് ആഘോഷിക്കുകയല്ല വേണ്ടത്. മറിച്ച് ആ ബിസിനസ് കൂടുതൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ പ്രോഫിറ്റ് വീണ്ടും ആ കമ്പനിയിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ മാത്രമേ ആ കമ്പനിയുടെ ഫൗണ്ടേഷൻ കൂടുതൽ സ്ട്രോങ് ആക്കുകയും ആ ബിസിനസ് ഭാവിയിൽ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. ബുക്കിൻ്റെ അവസാന ഭാഗത്ത് ഓത്തർ 7 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ 7 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കും സ്വന്തമായൊരു സക്സസ്ഫുൾ ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കുമെന്ന് ഓത്തർ ഉറപ്പു തരുന്നു. ഇതിനു മുമ്പ് ആരും തന്നെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരാനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടോ? അടുത്തത്, നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയ കറക്റ്റ് സമയം ഇപ്പോഴാണോ? ഉദാഹരണത്തിന് ഈ 2021 കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ ഇത്രയും അധികം പ്രചാരത്തിലുള്ള സമയത്ത് ഒരു ടൈപ്പ് റൈറ്റിംഗ് സെൻറ്റർ തുടങ്ങിയിട്ട് യാതൊരുവിധ കാര്യമില്ല. മൂന്നാമത്തേത്, നമ്മുടെ ബിസിനസ്സിന് കൃത്യമായൊരു മോണോപോളി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? നാലാമത്തേത്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടീം നമ്മുടെ കയ്യിലുണ്ടോ? അഞ്ചാമത്തേത്, നമ്മുടെ പ്രോഡക്റ്റ് ഏത് രീതിയിലാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയുമോ? ആറാമത്തേത്, അടുത്ത 10 അല്ലെങ്കിൽ 20 വർഷത്തോളം മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നൊരു ബിസിനസ്സാണോ നമ്മുടേത്? ഏഴാമത്തേത്, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടോ? ഈ 7 ചോദ്യങ്ങൾക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കും. പീറ്റർ തെയിലിൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ടുള്ള 0 to 1 എന്ന ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓൺട്രപ്രണർഷിപ്പിനോടും ബിസിനസ്സിനോടുമൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ഫ്യൂച്ചറിൽ ബിസിനസ് ജീവിതത്തിൽ നേരിടാൻ സാധ്യതയുള്ള പല സാഹചര്യങ്ങൾക്കുമുള്ള ഒരു വഴികാട്ടി എന്ന രീതിയിൽ ഈ പുസ്തകം തീർച്ചയായും സഹായകമാണ്.